ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറോൺ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. മാക്സിമം പ്രീമിയം എത്രത്തോളം ഉരുക്കി തീർക്കാമോ അത്രത്തോളം ഉരുക്കി. ഒരു ബിഗിനറിന് ആക്ച്വലി ഇന്നൊരു ട്രേഡ് ഇല്ലാത്ത ദിവസമാണ്. ഞാൻ നേരത്തെ ഇന്ന് രാവിലെ വോയിസ് ഇട്ടപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നൊരു ട്രേഡ് ഇല്ലാത്ത ദിവസമാണ് അല്ലേ. നിങ്ങൾക്ക് ഒരു എക്സ്പയറി ഡേയിൽ കഴിവതും ബിഗിനേഴ്സ് മാറി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കറണ്ട് എക്സ്പയറി ട്രേഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു എൻട്രിയോ എക്സിറ്റോ കിട്ടത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടിയാലും എക്സിറ്റ് പ്രോഫിറ്റിൽ ഇറങ്ങാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റത്തില്ല. നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞ നിലപാടിൽ നിന്നും മെനിയാന്ന് പറഞ്ഞ നിലപാടിൽ നിന്നും ഒരു അണുവിട ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. എൻ്റെ വ്യൂ അതുതന്നെയാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. മാർക്കറ്റ് താഴോട്ടിറങ്ങി വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്നും ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഗ്യാപ്പപ്പിൽ നമ്മൾ ഗ്ലോബലി നോക്കുമ്പോഴും ഗ്ലോബലി ന്യൂട്രലാണ്. ഞാൻ രാവിലെ അങ്ങനെ തന്നെ പറഞ്ഞു, മാർക്കറ്റ് ന്യൂട്രലാണ്. പല സംഗതികൾ കൊണ്ടും മാർക്കറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ് മാർക്കറ്റിലുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ₹1 പെട്രോളിന് ഇന്ന് ഒരു രൂപ കൂടി. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്കാജനകം തന്നെയാണ്. അത് ഇൻഫ്ലേഷൻ കൂടുന്നതിനുള്ള ഒരു മെയിൻ കാരണമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ക്രൂഡ് വില ഒരു കാരണവശാലും എങ്ങോട്ടും പോയിട്ടില്ല. ഏകദേശം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ക്രൂഡിൻ്റെ വില ക്രൂഡിൻ്റെ വില 103 രൂപയ്ക്ക് അടുത്തെത്തി. 103. ഇതാ ഇപ്പം നോക്കി, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് 103.36 എന്ന് വരെ പോയി. 104 രൂപയ്ക്ക് മേളിൽ വരുന്ന ക്രൂഡിൻ്റെ വില പോയി. അപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഈ ക്രൂഡിൻ്റെ വില കുറയണ്ടേ? നിങ്ങൾ ഇതൊക്കെ നോക്കണ്ടേ? ഗോൾഡ് നോക്കിക്കഴിഞ്ഞാലോ, ഗോൾഡ് നോക്കിയാലും ഈ പറയുന്ന പോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ 4548 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ താഴെയാണ് ഗോൾഡ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് USD INR നോക്കിക്കഴിഞ്ഞാലോ, USD INR ഇന്ത്യയുടെ പൈസ നോക്കിക്കഴിഞ്ഞാൽ 96 രൂപ 60 പൈസയ്ക്ക് മുകളിൽ പോയി. 96 രൂപ 60. ഇന്നലെ 30 പൈസയായിരുന്നു, ഇന്ന് 96 രൂപ 60 പൈസയ്ക്ക് മുകളിൽ പോയി. ഇതൊക്കെ വളരെ നെഗറ്റീവാണ് ഇന്ത്യക്ക്. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ട്രാപ്പിൽ പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അത് മാത്രമാണ് ഉദ്ദേശം. ഇന്നലെ FISൻ്റെ പൊസിഷൻ ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. 88% ഷോർട്ട് പൊസിഷനാണ് ഇപ്പോഴും FIS കീപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടാൽ നിങ്ങളുടെ തലയ്ക്കകത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്കാൽപ്പർ ആണെങ്കിൽ ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് 2, 3, 5 പോയിൻറ്റ് മതി. ഞാൻ 100 ലോട്ട് എടുത്ത് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് 2 പോയിൻറ്റ് മതി, 3 പോയിൻറ്റ് മതിയെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അല്ലാതെ ഒരു ഓപ്ഷൻ ബൈങ്ങിനകത്തിൽ നിങ്ങളൊരു ബിഗിനറോ അല്ലെങ്കിൽ ഒരു നോർമൽ ട്രേഡറോ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ട്രേഡ് ഇല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്നും ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു മനോഭാവം നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്നും ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായില്ലേ? എന്നും ട്രേഡ് ചെയ്തില്ലെങ്കിൽ എന്തോ സംഭവിക്കും, മലയിടിഞ്ഞ് വീഴും, അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീഴും എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് നമുക്ക് എന്നും ട്രേഡ് ഇല്ല, എന്നും ട്രേഡ് നമുക്കില്ല. എന്നും കച്ചവടം ഒരുപോലെ ആയിരിക്കുമോ? ചില ദിവസങ്ങളിൽ ബന്ദ് വരും, ചില ദിവസങ്ങളിൽ ഹർത്താൽ വരും, ചില ദിവസങ്ങളിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈച്ചയടിച്ചിരിക്കേണ്ടി വരും. ഇതൊക്കെ ഒരു ബിസിനസ്സിൽ സ്വാഭാവികമാണ് അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസവും മാർക്കറ്റ് നമ്മുടെ എക്സ്പയറി ഡേ ആണ്. ഉരുക്കി തീർക്കാനുള്ള ദിവസങ്ങൾ വളരെ കൂടുതലായിരുന്നു. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, രാവിലെ ഗ്യാപ്പപ്പിൽ 25 പോയിൻറ്റ് ഫ്ലാറ്റ് പോസിറ്റീവിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 15 മിനിറ്റ് നേരം മുകളിലോട്ട് പോയി. അതിനുശേഷം തഥൈവ നേരെ സാധനം താഴെ പോയിരുന്നു. കൃത്യമായി താഴെ പോയി. ഈ 2 ക്യാൻഡിലും ഞാൻ പറഞ്ഞു, 15 മിനിറ്റിന് നേരം ശേഷം വെയിറ്റ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല, ഈ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഞാനതൊരിക്കലും എന്താ പറയുന്നത്, ഞാനത് എൻ്റെ ഒരു വാദം എന്ന് പറഞ്ഞ് ഞാനൊരിക്കലും സമർപ്പിക്കുന്നില്ല. എടുത്തെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ലെവൽ 646 വന്ന് തട്ടി മാർക്കറ്റ് തിരിച്ചു പോയി ഇല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത്ര 23,800 മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് പോസിറ്റിവിറ്റി ഉള്ളൂ. മാർക്കറ്റിൽ ഒരു ട്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ 23,800 മുകളിൽ മാത്രമേ ഉള്ളൂ. അതിന് മാത്രം അവൾ അല്ലെങ്കിൽ ഞാൻ 2 ദിവസം മുന്നേ എൻ്റെ നമ്മുടെ ഗ്രൂപ്പിലും പറഞ്ഞിരുന്നു, വീഡിയോയിലും പറഞ്ഞു, എവരി ഹൈ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ സെൽ. എനിക്ക് അത് അക്ഷരം പ്രതി പാലിച്ച് പ്രോഫിറ്റ് എടുത്ത് ധാരാളം ആൾക്കാരുണ്ട്. അക്ഷരം പ്രതി ഓരോ ഹൈയിൽ പോകുമ്പോഴും PE എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഞാനിങ്ങനെ ചുമ്മാ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തള്ളായിരിക്കും എന്ന് വിചാരിക്കും.
അപ്പോൾ അല്ല, ഇതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് മാന്യമായി പ്രോഫിറ്റിൽ ഇറങ്ങിയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് വന്ന് കമൻറ്റ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാൻ പോലും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എനിവേ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറയുന്നു, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നമ്മൾ 23,800 എന്ന് പറയുന്ന ലൈനിലോട്ട് അല്ലെങ്കിൽ ആ ലെവലിലോട്ട് അപ്രോച്ച് ചെയ്ത് അവിടുന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. ഈ ഏരിയയിലെത്തിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ പിന്നെ മെസ്സേജ് ഇട്ടിരുന്നു, കോഷ്യസ്. ക്ലിയർ അല്ലേ? ഈ ഏരിയ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ കോഷ്യസ് ആകണം എന്ന് പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് തന്നെ പോരുന്നു. പക്ഷേ ഈ കറണ്ട് എക്സ്പയറി ഇല്ല. നിങ്ങളിവിടെ പി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നത്തിങ്, നിങ്ങൾക്കൊന്നും കിട്ടി കാണത്തില്ല. പക്ഷേ നെക്സ്റ്റ് എക്സ്പയറിയിലാണ് നിങ്ങൾ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ പ്രോഫിറ്റ്, ന്യായം പ്രോഫിറ്റ് ഇവിടെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഹോൾഡ് ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ നമ്മൾ പറഞ്ഞ 23,582 വരെ മാർക്കറ്റ് ഇറങ്ങി വന്നു. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇനി എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നമ്മൾ സന്മനസ്സോടെ സ്വീകരിക്കും. അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്, നമ്മൾ കറക്റ്റ് ചെയ്യും. പക്ഷേങ്കിൽ നമ്മളുടെ പഠനത്തിൽ നമ്മൾ ഒരിക്കലും മാറി നിൽക്കത്തില്ല. പഠനമാണ് ഇൻഡിക്കേറ്ററുകളോ അല്ലെ മറ്റ് വേറെ എന്തെങ്കിലും മാർഗങ്ങളെക്കാൾ ഉപരി നമ്മൾ മാർക്കറ്റിനെ പഠിക്കുക, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ അന്ധമായിട്ട് നമ്മൾ ഏതെങ്കിലും ഇൻഡിക്കേറ്ററിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രാറ്റജിയോ ആശ്രയിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റത്തില്ല. ഷുവറാണ്, 100%. നമ്മൾ ആദ്യം മാർക്കറ്റിനെ പഠിക്കുക. മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് മാർക്കറ്റ് വീഴുന്നത്, അല്ലെ ഈ ഗ്ലോബലി സെൻറ്റിമെൻറ്റ്സ് എന്താണ്, മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ എന്തെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള എന്തെങ്കിലും സാഹചര്യം മാർക്കറ്റിലുണ്ടോ, എന്തെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിനനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുക, ആ അവസരം വരുമ്പോൾ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ഞാൻ വീണ്ടും ആവർത്തിച്ച് നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. അപ്പം നമുക്കിനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നിലവിലത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു, നമ്മളുടെ USD INR വളരെ മോശം അവസ്ഥയിലാണ്. 26, 50, 60 ഒക്കെ മുകളിൽ പോയി. അത് വളരെയധികം മോശം ഒരു സിറ്റുവേഷൻ, സാമ്പത്തിക അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം ഈ USD INR കൂടിയാണ്. അതുപോലെ തന്നെ ക്രൂഡിൻ്റെ പ്രൈസും $103 മുകളിൽ നിൽക്കുകയാണ്. 100 താഴെ പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഗോൾഡും ഇതുപോലെ തന്നെ ഒരു നെഗറ്റീവ്സുമാണ് മാർക്കറ്റിനകത്ത് കാണുന്നത്. നിലവിൽ പിന്നെ ടെമ്പററി ആയിട്ട് സാങ്ഷൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇറാൻ്റെ. ഓക്കെ, ഓയിൽ വിനിമയം ചെയ്യാനുള്ള അത് എന്നുവരെയാണ് ഈ ഒരു ഡീല് സമവായം ഉണ്ടാകുന്നതിന് വരെ മാത്രമേ ഉള്ളൂ. അത് ഏത് നിമിഷം വേണമെങ്കിലും അത് മാറാം. അതുപോലെ ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യക്കും ക്രൂഡ് മേടിക്കാൻ 30 ദിവസത്തെ സാവകാശം, അതൊക്കെ ടെമ്പററി സംഭവമാണ്. ഏത് നിമിഷം അത് മാറാം. അതൊന്നൊരു സ്ഥായിയായ കാരണമല്ല. അത് അങ്ങനെ ഒരു സാങ്ഷൻ 30 ദിവസം വേവർ ചെയ്തിട്ട് മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിച്ചോ? മാർക്കറ്റ് പറന്നോ? എവിടെയെങ്കിലും പോയോ? ഒന്നും സംഭവിച്ചില്ല. അപ്പം മാർക്കറ്റിന് എന്താണ് വേണ്ടത്? മാർക്കറ്റിന് ടെമ്പററി ഒരു റിലീഫ് അല്ല മാർക്കറ്റിന് വേണം. മാർക്കറ്റിൻ്റെ ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള സംഗതികൾ മാർക്കറ്റിലുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിന് ഒരു അപ്സൈഡ് റാലി മാർക്കറ്റിൽ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ നെഗറ്റിവിറ്റിക്കും മാർക്കറ്റ് പതുക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഇപ്പോഴും ആശങ്കകളാണ് അല്ലേ? ട്രംപ് ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും കാണിക്കത്തക്ക രീതിയിൽ ഇന്നലെ ഒരു വലിയ പോസ്റ്റൊക്കെ ഇട്ട്, ഒരു റെഡ് ബട്ടണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബട്ടണൊക്കെ ഇട്ട് പുള്ളി പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് മാർക്കറ്റിനെ ഒരു പാനിക് സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ വീണ്ടും എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഇനിയിപ്പം അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ വെച്ചാൽ ഇപ്പം മെയ് ആയി. ഈ മെയ് 31 മെയ് ആയി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, ഈ അടുത്ത ക്വാർട്ടറുകളിലെ റിസൾട്ടുകൾ ഇനി എങ്ങനെയാണ് വരുന്നത്? അടുത്ത ക്വാർട്ടറുകളിലെ റിസൾട്ടുകൾക്കൊക്കെ മോശമാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് കമ്പനികളുടെയൊക്കെ റിസൾട്ട് ഒരു പക്ഷെങ്കിൽ മോശമാകാനോ അല്ലെങ്കിൽ ഒരു പരാപരമാകാനൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയണം. ഇന്ന് ബാങ്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ഫ്ലാറ്റായിട്ടാണ് ബാങ്കുകളൊക്കെ. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ കാര്യം അതെടുക്കാം. നിഫ്റ്റി ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഈ 23,582 എന്ന് പറഞ്ഞ ടെമ്പററി സപ്പോർട്ടിലാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. നാളെ നമുക്കുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,500 ഈ 23,500 താഴെ പോകുന്നുണ്ടോ, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. നാളെ നമുക്ക് നോക്കാനുള്ളത് ഈ 23,500 ഒരു ബോട്ടം ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കുക. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 23,646. ഈ 2 പോയിൻ്റാണ് നമുക്കുള്ളത്. ഈ 2 പോയിൻറ്റിനകത്ത് എന്ത് സംഭവിക്കും? മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഈ 2 പോയിൻറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കി മാത്രം നമ്മൾ കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ
നമ്മൾ ശ്രമിക്കുക. അതിനുശേഷം അതങ്ങനെ ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്യുകയോ ബ്രേക്ക് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലെവലുകളിലോട്ട് പോകാൻ പറ്റും. ഇപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നെഗറ്റീവ് ഇതിലാണ്. അതായത് 23,560 ഗിഫ്റ്റ് നിഫ്റ്റി ഓടുന്നത്. നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് 23,618 ഓക്കെ. അപ്പം ഇപ്പോഴും നിലവിലൊരു നെഗറ്റീവ്സുമാണ്. പിന്നെ US ഫ്യൂച്ചർ നോക്കുവാണെങ്കിലും 68 പോയിൻറ്റ് നെഗറ്റീവിലാണ്. ഇപ്പോൾ ഡൗ ജോൺസ് ഓപ്പൺ ചെയ്യുമ്പം എന്താ വൈദ്യുതി നിർത്തുക, ഇന്നലെ ഫ്ലാറ്റായിട്ടാണ്, ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ടാണ് ഇന്നലെ ഡൗ ജോൺസ്, ചെറിയൊരു പോസിറ്റീവ് മാത്രമേ ഉള്ളായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. അപ്പം മൊത്തത്തിൽ ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ അൺസർട്ടനിറ്റിയിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നമ്മൾ വരച്ച ആ വരെ തന്നെ ആയിരിക്കും മാർക്കറ്റ് ഇന്നും നിൽക്കുന്നത്. കണ്ടോ, നമ്മൾ ആ വരച്ച വരെ തന്നെയാണ് മാർക്കറ്റ് ഇന്നും നിൽക്കുന്നത്, എങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ. പിന്നെ ഇന്ന് നമുക്ക് മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു 1 വേ റാലി കിട്ടി. ഈ റാലിയുടെ അടിസ്ഥാനം എന്തുമായിരുന്നു? 140 പോയിൻറ്റോളം BSE റാലി ചെയ്തിരുന്നത് കണ്ടാൽ മനസ്സിലാകും. BSE ഇന്ന് പോയ പോക്ക് നോക്കിക്കേ, ഏകദേശം 140 പോയിൻറ്റോളം BSE റാലി ചെയ്തു. ആ റാലിയുടെ ഒരു പച്ചയാണ് നമ്മൾ മിഡ് ക്യാപ്പിനകത്ത് കാണുന്നത്. അതിനുശേഷം മിഡ് ക്യാപ്പിന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. ആ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് എവിടെ ഉണ്ടായത്? മിഡ് ക്യാപ്പിനകത്തിലും ഉണ്ടായത്. ഇതാണ് സംഭവിച്ച സംഭവവികാസങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ നോക്കാനുള്ളത്, നാളെ നെഗറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ 14,222 താഴെ പോകണം. 222 താഴെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലെവലുകൾ കാണാം. എല്ലാ തിരിച്ച് മേലോട്ട് കയറി പോകുകയാണെങ്കിൽ 14,463 എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഓക്കെ. അത് മാത്രമേ ഉള്ളൂ നമുക്ക് മിഡ് ക്യാപ്പിനകത്തിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നിലവിലുള്ള അവസ്ഥ. അപ്പം നാളെ രാവിലെ ഇനിയും നേരം വെളുക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം അറിയത്തില്ല. രാവിലെ ഇപ്പോൾ അണ്ണൻ നേരം വെളുത്ത് കണ്ണും തിരി എഴുതിയിട്ട് വരുമ്പോൾ ഇനി എന്താ വായിത്തോന്ന് പറയുമ്പോൾ അതനുസരിച്ചായിരിക്കും മാർക്കറ്റ് പിന്നെ ബിഹേവ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും മാർക്കറ്റ് ന്യൂസുകൾ നിങ്ങൾ കൃത്യമായി വാച്ച് ചെയ്യുക. അതിനനുസരിച്ച് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അറിഞ്ഞ് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഇതൊക്കെ മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ കഴിവതും ചെറിയ പോയിൻറ്റുകൾ എടുത്ത് അല്ലെങ്കിൽ മാന്യമായ പ്രോഫിറ്റ് കിട്ടിയാൽ ട്രേഡ് നിർത്തി മാറി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ആരോഗ്യത്തിനും സാമ്പത്തിക സ്ഥിതിക്കും നല്ലതെന്ന് ഓർപ്പിച്ചുകൊണ്ട് നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.